വീണ്ടും മലക്കം മറിഞ്ഞ് സൂര്യനെല്ലിക്കുര്യൻ. പ്രജ്ഞ നഷ്ടപ്പെട്ട സൂര്യനെല്ലിക്കുര്യനെ ഏഷ്യാനെറ്റ് വീണ്ടും പൊട്ടൻ കളിപ്പിക്കുകയാണ്. ആദ്യം രാഹുലിന് പാലക്കാട്ട് സീറ്റ് നൽകരുതെന്ന് പറഞ്ഞു. പിന്നീട് നാട്ടുകാർ പൊങ്കാലയിട്ടപ്പോൾ രാഹുലിനെ മത്സരിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് മാറ്റിപ്പറഞ്ഞു. ഇന്നിപ്പോൾ ഇതാ വീണ്ടും മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ചെയ്യുന്ന ഈ പണി ഒട്ടും ശരിയല്ല കേട്ടോ. റിലേ പോയിരിക്കുന്ന ഈ പാവത്തിനെ വെറുതെ കൊലയ്ക്ക് കൊടുക്കരുത്. ആ പഴയ സൂര്യനെല്ലി സംഭവവും നഴ്സുമാരുടെ സംഭവവും ഒക്കെ പഴയ തലമുറ മറക്കുകയും പുതുതലമുറയ്ക്ക് അറിവില്ലാത്ത കാര്യങ്ങളുമാണ്. അതൊക്കെ ആളുകൾ എടുത്തിട്ട് അലക്കുവാൻ ഏഷ്യാനെറ്റായിട്ട് അവസരമുണ്ടാക്കരുത്. മിഷൻ 250യുടെ 88ാം ദിനമായി ഇന്ന് പാലക്കാട്ട് നിന്നും ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ജോളി വിളിച്ചത് കേൾക്കുക. സൂര്യനെല്ലിക്കുര്യനെ സ്മരിക്കുന്നതിനൊപ്പം രാഹുലിനെ വേട്ടയാടിയ ഒരൊറ്റയൊരുത്തനെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കരുതെന്ന് ആവശ്യപ്പെടുകയാണ് ജോളി. പാലക്കാട് നിന്ന് ജോളിയാ സംസാരിക്കുന്നത്. രാഹുലിന്റെ കാര്യം പറയാനായിരുന്നു. ഇപ്പൊ PJ കുര്യന്റെ ഒക്കെ സാറിന്റെ ഇതിനകത്തുനിന്ന് ഡെയിലി കാണുന്നുണ്ടല്ലോ. ഈ ആവാസന്മാരെല്ലാം ആ രാഹുലിനെ ഇത് ചെയ്യുന്നത്. കാരണം ഇത് മുരളീധരനെ അങ്ങനെയുള്ളവനായിരുന്നു. അതുപോലെ തന്നെ ഉസ്മാന്റെ മേശൻ ശരിയായിരുന്നു, അതുപോലുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിത്താന് ഈ PJ കുര്യന്റെ ആണെങ്കിൽ എത്രയോ വർഷത്തിന് മുമ്പുള്ള എല്ലാം ഇപ്പൊ എടുത്തിടേണ്ടി വന്നു ഈ രാഹുലിനെ പറ്റി സംസാരിച്ചുകൊണ്ട്. ഇന്നത്തെ ന്യൂസിനകത്ത് ഞാൻ കണ്ടു മുല്ലപ്പള്ളി പാലക്കാട് നിൽക്കണം, അത് അവിടെ അയാളുടെ ദേശമാണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ആര് നിന്നാലും രാഹുലിനെ പൊതു സ്വതന്ത്രനായിട്ട് നൽകിയ രാഹുൽ മാത്രമേ ഇവിടെ ജയിക്കത്തുള്ളൂ. കാരണം അതുപോലുള്ളൊരു അന്തരീക്ഷമായി. ഇവൻ കമ്മ്യൂണിസ്റ്റുകാരും ഈ BJP എല്ലാം അവൻ വോട്ട് ചെയ്യും. അവനെ ഇത്രത്തോളം ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അവൻ എന്തോ ഒരു ഇതായിട്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, അവിടെ നിൽക്കണം. അതുപോലെ തന്നെ പറവൂർ സതീശനെയോ ഇനി നിയമസഭയെ കയറ്റാനിടയായി സതീശനും ഈ ഉസ്മാൻ രമേശും ഈ മുരളി കൂടുതലായിട്ട് ഇന്നലത്തെ മിന്നാലത്തെ എന്ന ചാനലിൽ കാണിച്ച് അവർക്ക് 3 പേർക്കും ഇതിനകത്ത് എതിർപ്പ്. ബാക്കി ആർക്കും ഇത്രയും എതിർപ്പില്ല. അതിൻ്റെ കൂടി കുര്യനൊക്കെ ഇതിപ്പോ എടുത്തിട്ടുണ്ട കാര്യം എന്തെങ്കിലും ഉണ്ട് ഈ വയസ്സങ്കളവന്മാർക്ക്. മുല്ലപ്പള്ളി നല്ലൊരു കോൺഗ്രസ് മനുഷ്യനാ. പക്ഷേ ഈ പ്രായം ചെന്നെടുത്ത് അവനൊക്കെ അയക്കൊക്കെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ രാഹുൽ തന്നെ അവിടെ സ്വന്തനായിട്ട് നിന്ന് ജയിക്കാൻ നോക്കണം. കാരണം ഇത്രത്തോളം അവനെ താഴ്ത്തിയ സ്ഥിതിക്ക് ഈ പാലക്കാട്ടെ സകല മനുഷ്യരും അവൻ വോട്ട് ചെയ്യും. അതുപോലെ ഒരു സാഹചര്യമാണ് ഇപ്പോഴും. രാഹുൽ ഒരിക്കലും മാറി നിൽക്കാനിടയാകരുത്. കാരണം 3ാമത്തെ കേസ് ഇതെല്ലാം ചെയ്യുന്ന ചതിയൻ VD സതീശനാ. അവനെ കുഴി വീഴാൻ സമയമായി കഴിഞ്ഞു. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി കുഴി പിടിക്കുന്ന ഇവന് തന്നെ ദൈവം കുഴി ചാടിക്കും. അവനാണ് ഇതെല്ലാം ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അവരുടെ ഭർത്താവിനെ കൊണ്ട് ഈ കംപ്ലൈന്റ് ചെയ്യിപ്പിച്ചതും എല്ലാ കാര്യവും ഓരോ കേസും എടുക്കുമ്പോൾ 2ാമത് ജയിപ്പിച്ചതും അവനാ. ആ പെണ്ണൊന്നും മുമ്പോട്ട് വരത്തുമില്ല. അതൊന്നും നടന്ന കാര്യമല്ല. അഥവാ നടന്നേലും അന്നേരം ഇതൊക്കെ ഇവനാ ഇതെല്ലാം കുത്തിപ്പോക്കുന്നത്. ഇവൻ കുത്തിപ്പോക്കിട്ട് ഇപ്പം 3ാമത്തെ കാര്യം ഇവനാ കുത്തിപ്പോക്കുന്നത്. ഇവൻ ഒരിക്കലും രാഹുലിനെ നേരെ നിർത്താൻ ഇവൻ സമ്മതിക്കത്തില്ല. ഇവൻ നിയമസഭയെ കാണരുത്. രാഹുൽ സ്വതന്ത്രനായിട്ട് ഒരു നിയമസഭയിലുണ്ടായാലും ഇവനെയും ചതിയൻ രമേശിനെയും അതുപോലെ തന്നെ മുരളി ഈ പ്രാവശ്യം കോൺഗ്രസ് ജയിക്കേണ്ടിയായിരുന്നു ട്രിവാൻഡ്രത്ത്. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർ പറയുമായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ അതിൻ്റെ ഒരു അനുകൂലമാണെന്ന് പറഞ്ഞു. പക്ഷേ അവൻ 1 മാസക്കാലം ഡെയിലി മാധ്യമങ്ങളോട് എല്ലാ ന്യൂസുകാരോടും രാഹുൽ 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 അതുകൊണ്ട് മനുഷ്യർ കേട്ട് ഫെഡപ്പായിട്ടാ അവന് ഒരു ജയം കിട്ടരുതെന്ന് കണ്ട. അല്ലെ ആ കാർത്തികേയന്റെ മോൻ തന്നെ നിന്നാലും അവൻ ഇതായിപ്പോയനായിരുന്നു. ഇവനെ കൂട്ടാറ് ഇവന്റെ ആ ഒറ്റ പറച്ചിൽ കൊണ്ടാണ് ആ ദേശത്തുള്ളവർ BJP 1-2 കഴിച്ച് BJPക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചു. അല്ലെ ഒരു സാഹചര്യവും ഇല്ല 50 സീറ്റ് കിട്ടാനൊന്നും ഒരിക്കലും ഒരു സാഹചര്യമില്ല. 10 സീറ്റ് 15 സീറ്റ് 20 സീറ്റ് കിട്ടിയാലും കിട്ടത്തുമൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇവൻ ഒരുത്തൻ കാരണം ഇവൻ രാഹുലിനെ പറ്റി എല്ലാ ദിവസവും മുരളി മാധ്യമങ്ങൾക്ക് ന്യൂസ് കൊടുക്കുമായിരുന്നു. അവനെ ഞങ്ങൾ മാറ്റിയല്ലേ, അവന്റെ കാര്യം എന്തിനാ നോക്കുന്നത്? ഇവന്റെ പെങ്ങളും പോയി ഒരു കോണിലായി. BJP നോക്കുന്ന പോലുമില്ല. ഇനി ഇവനും ജീവിതത്തിൽ ഇനി ഗുരുവായൂർ നിൽക്കുന്നെന്ന് പറഞ്ഞു. ഗുരുവായൂരെ 10 ആൾക്കാർ പോലും 100 പേരോട് ചോദിച്ചതിൽ ഇവൻ അനുകൂലമായിട്ട് പറഞ്ഞില്ല. പറഞ്ഞു ഒരിക്കലും നിന്ന് അവൻ ജയിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ ഇനി ഒരിടത്തും ജയിക്കരുത്. ഈ മുരളിക്ക് ആ സോക്കേട് മൊത്തം ഈ രാഹുലിനെ പറ്റി അന്ന് തന്നെ കുര്യൻ ഏഷ്യനെറ്റിനോട് പറഞ്ഞു കേട്ടായിരുന്നോ? അത് ബിനു ജോൺ ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. അയക്കെന്നെ ഇപ്പം വട്ടായോന്ന് എനിക്കൊരു സംശയമുണ്ട്.
ഓരോരുത്തരും അതുപോലെ തന്നെ ആ പെണ്ടി വക്കീലും അവനൊക്കെ പണിയൊന്നുമില്ല. ഈ ചെറുക്കനെ പറ്റി മാത്രമേ അവർക്ക് 24 hours സംസാരിക്കാനുള്ളൂ. ബിനുവിനോട് ഒരു നല്ല മാധ്യമ പ്രവർത്തകനായിരുന്നു. എന്നിട്ട് ആ സുരേഷ് അവരാരും ഒന്നും സംസാരിക്കത്തില്ല. ഇവൻ മാത്രം കീച്ച് ചോദിച്ചിട്ട് ഇവൻ എന്താ കിട്ടാനാന്ന് ആർക്കറിയാം. ഇവനൊന്ന് നാണമില്ലാത്ത എന്താണെന്ന് ഓർക്കുക. മര്യാദയ്ക്ക് സംസാരിച്ചാൽ തന്നെ അവൻ്റെ ന്യൂസ് ആരും കാണത്തില്ലയോ? മര്യാദയ്ക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതൊന്നും അല്ലാതെ ഒന്നും വഷളായിട്ട് അവന്മാരെല്ലാം ചാനലിനകത്ത് സംസാരിക്കുന്നത്. മറ്റുള്ള ചാനലുകളെല്ലാം മാറിപ്പോയി. പക്ഷെ ഇപ്പൊ ഏഷ്യനെറ്റുകാർക്ക് സോക്കേട് തുടങ്ങിയിരിക്കുന്നു. ഏഷ്യനെറ്റുകാരുടെ ഞങ്ങളൊന്നും ഏഷ്യനെറ്റ് കാണാറായില്ല. ഇപ്പം ഒരു 3 മാസത്തോളമായി കാണത്തേ ഇല്ല, നോക്കത്തില്ല, കാണണ്ടെന്ന് ഓർക്കും. പക്ഷേ ഇവരുടെ ഇപ്പം സംസാരം വന്ന് അത് കേൾക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് നോക്കിയപ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. 2-3 ദിവസം മുമ്പേ ഞാൻ കണ്ടു, പല ദിവസങ്ങൾ കണ്ടു ഇപ്പോൾ ഇവന്മാരുടെ സംസാരമൊക്കെ. ഇന്റർവ്യൂ എടുക്കുന്നത് മറ്റേ TJ കുര്യൻ ബുട്ട അവന് കേട്ടതുപോലുള്ള നാണക്കേട്. അവൻ നേരത്തെ അവൻ്റെ മക്കൾക്ക് മാത്രമേ അറിയാവുള്ളൂ ഭാര്യയ്ക്ക് ഈ കാര്യം. ഇപ്പൊ അവന്റെ കൊച്ചുമക്കൾക്ക് കൂടെ അറിയാൻ സാധിച്ചു. അറിയാത്ത മനുഷ്യരെ കൂടെ 30 വർഷത്തിന് മുമ്പുള്ള അറിയാത്ത മനുഷ്യരെ കൂടെ ഇപ്പം കേരളവും മുഴുവൻ ഓൾ വേൾഡിൽ അവൻ എൻ്റെ ഇതായി നാണക്കേട് പറ്റി. നേരത്തെ അവന്റെ മക്കളും ഭാര്യയും ഉള്ളായിരുന്നു. ഇന്നലെ ഒരുത്തം പറയുന്നത് കേട്ടില്ലായിരുന്നോ? ക്രിസ്തോസം തിരുമേനിയാ അവരെ ഭാര്യ ഇറങ്ങിപ്പോയതിന് കൂട്ടിച്ചേർത്തെന്ന്. അങ്ങനെ വരെയുള്ളവനെ ഈ വയസ്സാം കാലത്ത് ഈ കൂട്ടായിക്ക് അവിടെ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ട്. വീട്ടിൽ ഇരുന്നാൽ പോരായോ? ശമ്പളം എത്ര ഇതിലെയാ കിട്ടുന്നത്? വർത്താനം പോലും പറയാൻ വയ്യാത്ത, ചെവി കേട്ടാത്തത്, സെൻസേഷൻ ഇതില്ലാത്തവനൊക്കെയാ ഇറങ്ങിത്തിരിച്ച് നല്ലൊരു നേതാവിനെ ഇല്ലാതാക്കാം. കേരളത്തിന് ഗുണമുള്ളവനെ, മനുഷ്യർക്ക് ഗുണമുള്ളവനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. ഇതൊക്കൊന്നും നാണമില്ലയോ? നിയമന്മാരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആസനത്തിൽ ആലി വിളിച്ചാൽ അതും നല്ലതാണെന്ന് പറയുന്ന ഒരു ഇത് എന്തിനാ നാലുപേര് വെളിച്ച് പറയാതിരിക്കുന്നത്? കാരണം ഇവന്മാരുടെ ഇതൊക്കെ കേൾക്കുമ്പം അടുത്തായിരുന്നെങ്കിൽ ചീത്ത വിളിക്കാമെന്ന് ഓർക്കുമായിരുന്നു. അതുപോലുള്ള ഒരു സാഹചര്യം അവന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുല്ലപ്പള്ളി അവിടെ നിൽക്കാൻ വന്ന് വയസ്സാം കാലത്തായിട്ട് അവിടെ ഇരുന്ന അയാൾ നല്ല കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിനെ ഒരിക്കലും തമിച്ചിട്ടുമില്ല. പക്ഷെ അയാൾക്ക് എന്തോ ആവശ്യം ഇപ്പൊ അവിടെ നിന്ന് പാലക്കാട് നിൽക്കാഞ്ഞിട്ട് എന്നാ കുഴപ്പം? ഈ കൊച്ചിനെ എങ്ങനെയെന്ന് ചോദിച്ചു പോട്ട് ഈ കൊച്ചിന്റെ ഭാവി ഇല്ലാതാകുന്നത്. VD സതീശൻ അവനൊരു നാണവും മാനവില്ല. അവനിപ്പം മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഒരിക്കലും അവന് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ജയിച്ചു കഴിയുമ്പോൾ ആമ്പിള്ളാർ കയറി അവിടെ ഭരിക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ചെന്നിത്തല അവനെ പോലെ കാലുവാരി നമ്മളെത്ര വർഷം കൊണ്ടിട്ട് കേൾക്കുന്നു, പിന്നെയും പറയുന്നതിന് നമുക്ക് നാണക്കേടാ. ആ കാലുവാരി ആക്കി വലിയ ഷോക്കേട് ഈ കൊച്ചന്റെ കാര്യത്തിന്. അവനാണെങ്കിൽ അവന് 2 ആമ്പിള്ളേർ ഇവന്റെ പ്രായത്തോളം അനുബന്ധിച്ചുള്ള എണ്ണമുണ്ട്. ആ വിധവത്തള്ളയുടെ കണ്ണുനീര് മൊത്തം അവന്റെ ആമ്പിള്ളേരുടെ നെഞ്ചത്ത് വീഴും. അവനും അവന്റെ ഭാര്യ ഒരു ദിവസം രാഹുലിന്റെ അമ്മ എത്ര കരഞ്ഞോ അതുപോലെ അവനും അവന്റെ ഭാര്യ ഒരു കാലത്ത് കരയേണ്ടി വരും. നമ്മളില്ലേലും ലോകം കാണും, ബസ് അത്രയേ ഉള്ളൂ. അതുപോലെ എനിക്ക് പറയാനുള്ളൂ. അതുപോലുള്ള കുത്തൽത്തിരിപ്പല അവൻ പറഞ്ഞാൽ ഞാനൊരു ന്യൂസിനകത്ത് കണ്ടു, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അവനെ എന്നെ അറസ്റ്റ് ചെയ്തേനെ. എന്നിട്ട് അവൻ പിണറായിയുടെ ചെയ്യാത്തതിന് പിണറായിക്ക് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനത്തെ മനുഷ്യനാ ഉസ്മാൻ. കാലുവാരിയാ പണ്ടേ അറിയാം അവന്റെ. അതുപോലെ തന്നെ ഈ മുരളിക്ക് ഇനി ഒരു കാലത്തും ഒരു സീറ്റ് കിട്ടത്തില്ല. അവൻ ഇനി ഒരു മൂലയ്ക്ക് ഇതുപോലെ ഈ വല്യപ്പന്മാരെ പോലെ ഇരിക്കത്തേ ഉള്ളൂ, ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊടുത്ത്. അവൻ വോട്ട് ചെയ്ത് അവൻ ജയിക്കത്തില്ല. അവൻ ഗുരുവായൂരിൽ നിൽക്കാനൊരുങ്ങും. തൃശ്ശൂർ കഴിഞ്ഞ് തിരുവനന്തപുരത്തും കഴിഞ്ഞു. ഇനി ഗുരുവായൂരിൽ നിന്ന് അവന് 1000 വോട്ട് പോലും കിട്ടത്തില്ല. അതുപോലുള്ള ഒരു സാഹചര്യം ഇപ്പം. അതിനൂടെ കമ്മ്യൂണിസ്റ്റ് അവിടെ കൊണ്ടുപോകും. അവിടെ BJP ആരും വോട്ട് ചെയ്തില്ലെങ്കിലും BJPയും കുറച്ച് കൊണ്ടുപോകും, കമ്മ്യൂണിസ്റ്റും കൊണ്ടുപോകും. പക്ഷെ ഇവനെ ജയിപ്പിക്കത്തില്ല. അതുപോലെ ബിന്ദുകൃഷ്ണൻ ഇന്നാളത്തെ ന്യൂസിനകത്ത് പറയുന്നത് കേട്ട് രാഹുലും ഇതും ഈ പോസ്റ്റും MLA പോസ്റ്റും റിസൈൻ ചെയ്യണം. അതെന്തോ അവർക്ക് അവിടെ ഒരു പൊതു ആരെയും നിർത്തണം, സ്വതന്ത്രനെ നിർത്തി അവർക്കും 10 പേര് 20 പേര് തോറ്റിരിക്കണം. കാരണം ഇന്നലെ അവരുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ 80 സീറ്റല്ലായി 120. അപ്പൊ 40 സീറ്റ് കിട്ടത്തില്ലെന്നായില്ലേ? അതുകൊണ്ട് ഒരു 10 രൂപ ഈ രാഹുലിനെതിരായിട്ടുള്ള ഒരു മനുഷ്യരെയും ജയിപ്പിക്കാൻ കോൺഗ്രസ്സുകാരെ ഇത് കേൾക്കുവാന്ന് നിങ്ങൾ ആരും വോട്ട് ചെയ്യരുത്. കാരണം കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞിനെ സംഭാവന ചെയ്യാൻ വയ്യാത്തവന്മാർ ജയിച്ചു പോകണ്ട. ജയിച്ചിട്ട് മനുഷ്യർക്ക് എന്തോ ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ബിന്ദുകൃഷ്ണൻ ആർക്കും ഒരു 10-20 പേർക്ക് വോട്ട് ചെയ്യരുത്. കാരണം അവനെതിരായിട്ടുള്ള ഒരാളും ജയിച്ചു പോകണ്ട. ജയിച്ചു പോയിട്ട് തന്നെ ഒരു കൊച്ചനെ സംഭാവന ചെയ്യാൻ വയ്യാത്ത ഒരു ലോകത്തെ എന്തോ ചെയ്യാനായിട്ടാ ഈ അഹങ്കാരികളെയൊക്കെ ജയിപ്പിച്ചു വിടരുത്. ബിന്ദുകൃഷ്ണനെ, ഉസ്മാൻ രമേശനെ, സതീശനെ, ഈ മുരളീധരനെയും. കാരണം ഉണ്ണിത്താൻ പെണ്ണുപിടിയൻ ഇനി ഇപ്പം വോട്ടിന് നിൽക്കത്തില്ല. അവനറിയാം കാസർഗോഡുകാരും തിരിഞ്ഞു കാണുമെന്ന്. അതുകൊണ്ടാണ് അപ്പം അവനിന്ന്
ഇന്നത്തെ ഇതിനകത്ത് പറയുന്നത് കേട്ട് ആരും എം പിമാർ മത്സരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇങ്ങനെ. കാരണം അവനറിയാം ഇനി അവൻ അഥവാ നിന്നാലും ജയിക്കത്തില്ലെന്ന്. കാരണം അവിടെ അതിന് തക്കതായ സ്വതന്ത്രരായിട്ട് ആരെങ്കിലും നിർത്തുമെന്നറിയാം. കാരണം ഈ പെണ്ണുപിടിമാരെ എല്ലാം ഒരെണ്ണത്തിനെ നിയമസഭയിലോ അല്ലെങ്കിൽ ഇതിനകത്ത് കയറ്റാൻ ഇടയാക്കരുത്. എല്ലാത്തിനും തോപ്പിക്കണം. ഒരു 40 എണ്ണം അവരുടെ 120 ഇന്നലെ 80 ആയല്ലോ. എന്നാലും 40 എണ്ണമോ 40 പേര് യുവമാരെ എല്ലാം കൂടെ കൂട്ടിയാലും 10-15 പേരെ അവനെ ഇത് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു നേതാക്കളും അവനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈവൻ KC വേണുഗോപാലും അവന് വിരോധമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ആരും തന്നെ സംസാരിച്ചിട്ടില്ല. പിന്നെ ഒത്തിരിയും പേര് മൗനത്തിലിരിക്കുക. അവർക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും ഇതൊക്കെ സംസാരിച്ചാൽ. കോൺഗ്രസ്സുകാരെല്ലാം കേൾക്കണം. കാരണം ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ട് നമുക്കെന്തോ ആവശ്യമിരിക്കുന്നു? വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുന്നവർ മര്യാദയുള്ളവരായിരിക്കണം. അടൂർ പ്രകാശിനെ പോലുള്ളവരും അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാടുണ്ടല്ലോ. ഇവൻ സണ്ണി ജോസഫും നല്ല മനുഷ്യരാണ്. അയക്ക് ഇതിനകത്തൊന്നും വരേണ്ട മനുഷ്യനല്ല. കാരണം പക്ഷേ അയക്ക് ഈ വളമയോ ഒന്നും വലുതായിട്ട് അറിയത്തില്ല. അയാൾ ഒരു പാവം മനുഷ്യൻ. പക്ഷെ അതിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. VD സതീശനെ, രമേശ് ചെന്നിത്തല, മുരളീധരനെ, ഉണ്ണിത്താനെ, ബിന്ദു കൃഷ്ണ, അവർക്കൊക്കെ എന്നാ സോക്കേട്. അവളൊക്കെ ഇതുവരെ ഒരിടത്തു നിന്ന് ജയിച്ചിട്ടില്ല, ഇനിയും ജയിക്കത്തില്ല. കാരണം കോൺഗ്രസ്സുകാർ അവൾക്ക് വോട്ട് ചെയ്യത്തില്ല. അവൾ മര്യാദ കെട്ടവളാണ്. അതുപോലെ ഉസ്മാൻ ശശിക്ക് വോട്ട് ചെയ്യത്തില്ല. അവളും മര്യാദ കെട്ടവളാണ്. അവർക്കൊക്കെ അനങ്ങായിരുന്ന പോലെ. അതുപോലെ തന്നെ മുദ്ര പേപ്പറിൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി കൊടുത്തേച്ച് കല്യാണം നടത്തിയ ഒരു ഉമയുണ്ടല്ലോ. ആ മുദ്ര പേപ്പറിൽ അച്ഛന്മാർക്ക് കൊടുത്ത് അവിടെ കല്യാണം നടത്താൻ ആ പാവം പിടിച്ച തോമസ് നല്ലൊരു മനുഷ്യന്റെ പുറകെ നടന്നിട്ട് അവളും പറഞ്ഞു രാഹുലിന്. അവൾ എത്ര നാൾ പുറകെ നടന്നിട്ട് ആ മുദ്ര പേപ്പറിൽ ക്രിസ്ത്യാനിയാകാനായിട്ട് എഴുതി അച്ഛന്മാർക്ക് കൊടുത്ത് അവിടെ മക്കളെയും വളർത്തിക്കൊള്ളാന്ന് കൊണ്ട്. എന്നിട്ട് അവളെ മക്കളൊക്കെ എന്തിയേ? അന്ന് അവൾ പറയുന്ന കേട്ട് എൻ്റെ 2 അടുത്ത കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും KC പോകണം, അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ വെക്കരുതെന്ന്. ഇങ്ങനെയുള്ളവരെ അങ്ങനത്തെ അന്ന് അവൾ നടന്ന അവൾ ഓർത്തില്ലേ? ഇവൾമാരെല്ലാം മഹാ അസ്വസ്ഥങ്ങള്. ഇപ്പൊ കാര്യം കണ്ടേച്ച് കുറെ വയസ്സന്മാരും കുറെ ഇതുമായി കഴിയുമ്പോഴത്തേക്കും മര്യാദയാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമോ? എന്തോ കാര്യമായിരുന്നു ആ കുര്യന് വീട്ടിൽ ഇരിക്കാനുള്ളതിന്. അവൻ എന്തോല്ല ന്യൂസുകാർ വിളിച്ചു പറയുന്ന ഓരോന്ന്. കറക്റ്റ് അല്ലേ? വിളിച്ചു പറയുന്നവരെ ആരെയും കുറ്റപ്പെടുത്താനൊക്കത്തില്ല. ഉണ്ടായ സംഭവമല്ലേ, ലോകം അറിഞ്ഞ സംഭവം. അവനിപ്പം കല്യാണം കഴിക്കാത്ത ഒരു കൊച്ചിനെ ആക്ഷേപിച്ചു പറയുന്നു. അവൻ അർഹതയുള്ളവനല്ല അവിടെ നിൽക്കാനായിട്ടടാ. നീ എന്തോ പോസ്റ്റിലൊക്കെ ആയിരുന്നടാ നിന്നത്, രാജ്യസഭയിലും മറ്റെടുത്ത് മറിച്ചൊക്കെ. നിന്നെ ആരെയും മാറ്റിയോ? ലോകമെല്ലാം നിനക്ക് സപ്പോർട്ട് ചെയ്തില്ലേ കോൺഗ്രസ്സുകാരെപ്പോഴും അങ്ങനെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ നെറികെട്ടവന്മാരൊക്കെയാ കോൺഗ്രസിനെ നശിപ്പിച്ചത്. അത് 2-3 എണ്ണം ഉണ്ട്. VD സതീശനെ നശിപ്പിക്കുക. ചെന്നിത്തലയ്ക്കുള്ളി പ്രതിപക്ഷം മതി, കോൺഗ്രസ് ജയിക്കണ്ട. പ്രതിപക്ഷമായി നിന്നാലുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവായാലും ഒരു മന്ത്രിയുടെ സ്ഥാനത്തെക്കാട്ടിലും വലിയ സ്ഥാനമാണ് കിട്ടുന്നത്. അതിനുവേണ്ടി അവൻ നോക്കി നിൽക്കുന്നത്. ഈ VD സതീശനും അങ്ങനെ ഇങ്ങനത്തെ എല്ലാ അവന്മാരും അങ്ങനെ തന്നെ. മുരളിക്കത്തോ ഇനി മുരളിയുടെ കാര്യം പോയി. മുരളിക്ക് ഒരു കോൺഗ്രസ്സുകാരൻ ഇനി വോട്ട് ചെയ്യത്തില്ല. നിന്ന് വെറുതെ പൈസ കളയത്തേ ഉള്ളൂ. കെട്ടിവെച്ച പൈസയും കിട്ടത്തില്ല. അതുപോലുള്ള അരിശവ ഞങ്ങൾ ഒത്തിരി ദിവസത്തെ അരിശവ സാറിനോട് പറയുന്നത്. കാരണം ഈ ചാനലിൽ കണ്ട് ഞാനിന്ന് രാവിലെ 5 തുറന്നു നോക്കുമ്പോഴും പിന്നെ എല്ലാം കണ്ടക്ട് ചെയ്യാനോട്ട് ഞാനും ഒന്ന് ഫോൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സത്യസന്ധതയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ കുത്തല ഹൃദയത്തിൽ. കാരണം ഒരു കല്യാണം കഴിക്കാത്ത കൊച്ചിന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് ഇതാകാനുള്ള കാര്യമേ ഉള്ളൂ. അവനവൻ്റെ മക്കളാദ്യം അവർ തള്ളിക്കളയുമോ? പിന്നെ മനസ്സിന് വിഷമം. ആ കൊച്ചിൻ്റെ കാര്യം പറയുമ്പോൾ അവൻ്റെ അമ്മയുടെ കരച്ചില് ഇവൻ്റെയൊക്കെ നെഞ്ചത്ത് പറ്റും. ഇവനൊക്കെ ഒരിക്കലും മന്ത്രിയാകത്തില്ല. ഉസ്മാനെ ആക്കരുത്. ഈ രമേശൻ ഒരിക്കലും അരിപ്പാടി വയ്ക്കാനിടയാകരുത്. ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഇതിനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന അവൻ ഫില്ല് ചെയ്തോട്ട് അവൻ ജയിക്കത്തില്ല. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യത്തില്ല. മുരളിക്ക് ചെയ്യത്തില്ല. VD സതീശൻ ചെയ്യത്തില്ല. VD സതീശന്റെ നിങ്ങളുടെ ന്യൂസിൽ തന്നെയല്ലേ ഞാൻ കണ്ടത്. VD സതീശന്റെ അവിടെ തന്നെ BJP അവന്റെ പാടി ജയിച്ചത്. അതുപോലെ ഇനി അവന്റെ അവിടെ BJPയോ ആരെയും സ്വതന്ത്രരായിട്ട് രാഹുൽ അവിടെ നിൽക്കുമെന്നൊന്നും രാഹുലിന്റെ വർഷം നമുക്ക് അറിയാനൊക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ വേറൊരു സ്വതന്ത്രം നിന്നാലും കോൺഗ്രസിന് അനുകൂലമായ ഒരു സ്വതന്ത്രം നിന്നാലും അവനെ ജയിപ്പിക്കരുത്. VD സതീശൻ ചെയറിന് വേണ്ടി പോയിരിക്കും. അവന് ഒത്തിരി അവിടെ ആ ചാനലിൽ പോകുന്നു ഈ ചാനലിൽ പോകുന്നു. അവനെ ഏതാണ്ട് കാലിലൊക്കെ നാറി അവനൊരുത്തനും ഇതുണ്ടാക്കി. അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ സന്തോഷത്തിന് വേണ്ടി പിണറായിയുടെ സ്നേഹം പിടിച്ചു പറ്റാനും ഇതെല്ലാം ചെയ്ത രാഹുലിന് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഒറ്റ ഇതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയല്ലേ അവൻ പോകുന്നിടത്തെല്ലാം അവന്റെ എറണാകുളത്തെ അവന്റെ ഗേൾ ഫ്രണ്ടിന് കിട്ടിയില്ല.
മേയർ സ്ഥാനം കിട്ടരുത്. ഇവളുമാർക്കൊന്നും കിട്ടുക ഇവൻ അനുകൂലമായിട്ടൊന്നും വരത്തില്ല. കാരണം സത്യസന്ധത ഒരു കാര്യം ലോകത്തുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചിനാണെങ്കിൽ ഒരു വേട് പോലും മറ്റുള്ളവരെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ഒള്ളി നമ്മുടെ NSSന്റെ പരിപാടി പോയപ്പോൾ അതും അവന്മാർക്കെല്ലാം കുത്തലായി. ഈ കൊച്ചിനെ ഈച്ചയരിക്കുന്ന പോലെ മനുഷ്യർ വന്ന് അവനോട് എൻക്വയറി ചെയ്യുന്നത്, ഓരോന്ന് ചോദിക്കുന്നത്. അതിന് ഈ വലിയ മുതിർന്ന നേതാക്കന്മാർക്ക് വലിയ സോക്കേടാണ്. കാരണം അവരോടൊന്നും അങ്ങനെ ഒട്ടുന്നില്ല. ഇത് ഈച്ചയരിക്കുന്ന പോലെ എല്ലാവരും ചെന്ന് രാഹുലിനെ മാനിക്കുന്നത് ഏത് സ്ഥാനത്തായ ആ കൊച്ചിനെ ഇത്രത്തോളം അവരൊരു വേടി ഈ പാർട്ടിക്ക് വിരോധമായി സംസാരിച്ചിട്ടില്ല. അതേസമയം എത്രയോ പേര് അല്പം ഉണ്ടെങ്കിൽ ഉടനെ എടുത്തിട്ടു. അവനെല്ലാം ക്ഷമിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മളെ പോലുള്ളവരവന് ക്ഷമ കെട്ട സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഈ ഒരു പാർട്ടിക്ക് അവനെ ഏറ്റവും സ്നേഹിക്കുന്ന അവൻ പറഞ്ഞില്ല. അവൻ്റെ തന്തയുടെ കൈ പിടിച്ചോണ്ട് നടക്കുന്ന കാലത്ത് പോലും അവന് കോൺഗ്രസിനെ സ്നേഹിച്ചത് അവൻ അറിയാൻ വയ്യാത്ത കാലത്ത് പോലും. അതുകൊണ്ട് അവൻ അനങ്ങാൻ നിൽക്കുന്നത്. ഈ സതീശൻ ഈ രാഹുലിനെ എടുത്ത ടിക്കറ്റ് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ അവന്റെ നാശമായിരിക്കും. അവൻ പറവൂരും തോക്കും. അവനെ നിയമസഭ കേൾക്കാനുണ്ട്. അതാക്കത്തില്ല ദൈവം. കാരണം അനേക സ്ത്രീകളുടെ പ്രാർത്ഥനയുണ്ട് ആ രാഹുലിന്റെ മേലിൽ. ഈ സതീശനെ ടിക്കറ്റ് കൊടുത്ത് അവനും ഉസ്മാൻ രമേശും മുരളിക്കുക സോക്കേടെ. മുരളിക്ക് എന്തോ സോക്കേടാന്നൊക്കെ മുരളിയുടെ പോകുന്നിടത്തെല്ലാം നാട് ധരിക്കുക. തൃശ്ശൂര് വോട്ട് കിട്ടി ജയിക്കേണ്ട ഒരു സ്ഥാനത്ത് പറ്റിയില്ല. ട്രിവാൻഡ്രത്ത് ഇറങ്ങി. ട്രിവാൻഡ്രത്തുകാരാണ് സകലരും കോൺഗ്രസിന് വോട്ട് ചെയ്യാനിരുന്ന. പക്ഷെ ഇവന്റെ ഒരു സംസാരം കൊണ്ട് ഇവൻ നയിക്കുന്നവർക്ക് ചെയ്യരുതെന്നുള്ള അർത്ഥത്തിൽ അന്നേ ആദ്യമേ ഞാൻ പറഞ്ഞു ഇവൻ കാർത്തികന്റെ മോനെ കൂടെ ഭരിക്കാൻ ഒരുങ്ങുമോ മേയർ സ്ഥാനത്തേക്ക് ഉണ്ട്. കാരണം ഇവന് സംസാരം അങ്ങനെ അല്ലായിരുന്നു. ഇവരാണ് അങ്ങനെ സംസാരിക്കുക. രാഹുലിനെ മാറ്റി എന്ന് പറഞ്ഞു. രാഹുലിനെ ഞങ്ങൾ ഇവിടെ പാർട്ടീനെ മാറ്റി. ഇതെന്താ സംസാരം? അവനാണ് ഉണ്ടായിരുന്നാ പോരാ. ചോദിക്കുന്നതിന്റെ ആൻസർ എന്തോ ഒരു നല്ല ആൻസർ പറയാനുണ്ട്. അത് പ്രകാശിനോട് ചോദിക്കുന്നതിന്റെ ആൻസർ എങ്ങനെയാ പറയുന്നത്? അവിടെ പലരോടും ചോദിക്കുന്നതിന്റെ ആൻസർ എങ്ങനെയാ അവർ പറയുന്നത്? അത് നോക്കാം നേരമാട്ടെ എന്നൊന്നുമല്ല. അവനെ ഞങ്ങളുടെ പാർട്ടിന്ന് വിട്ടില്ല. ഇവൻ ആരാ മുട്ട? അവന്റെ മോന്ത നോക്കിയാൽ തുപ്പാൻ തോന്നും. അവന്റെ രമേശ് ചെന്നിത്തലയുടെ ഈ കള്ളൻ ഉണ്ണിത്താന്റെ അതുപോലെ തന്നെ ആ VD സതീശന്റെ ഒക്കെ അവന്റെയൊക്കെ അവന് ഇപ്പം കേരള യാത്രയ്ക്ക് കൊണ്ട് പോവുക. ഈ ഉസ്മാൻ രമേശിനെയും കൊണ്ട് പോയാൽ കിട്ടാതിരിക്കുന്ന വോട്ട് പോലും കിട്ടത്തില്ല. സതീശനും അതുപോലെ തന്നെ. ഈ തെന്നുകളെ മുമ്പിലോട്ട് നിർത്തുന്ന എന്തിനാണെന്നറിയത്തില്ല ഈ കോൺഗ്രസ്സുകാർക്ക് അല്പം പോലും അക്കലില്ലാത്തവരാ. എന്തോ പറയാനാണ് ഇവന്മാരെയൊക്കെ ഇത് ചെയ്തിട്ട്. ഇവൻ 2-3 എണ്ണത്തിനെ ആ പാർട്ടിയിൽ നിന്ന് മാറ്റിയിരുന്നുണ്ടല്ലോ. ഈ ബുഡാകളെ എല്ലാം മാറ്റണം. ബുഡാകളെ എന്തിനായിപ്പം? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.